സുഹൃത്തുക്കളെ, രാജ്യം ആര് ഭരിക്കും എന്ന ചോദ്യത്തിന് ഇനി ദിവസങ്ങളുടെ മാത്രം അകലമേ ഉള്ളൂ അതിൻ്റെ ഉത്തരം നേരിട്ട് ലഭിക്കാൻ. പ്രവചനങ്ങൾക്കൊക്കെ ഇനി സാധ്യതയില്ല. ജനങ്ങളുടെ വിധി എന്ത് എന്ന് നേരിട്ടറിയാൻ പോവുകയാണ്. നമുക്കറിയാം, ബി ജെ പിക്ക് അനുകൂലമായി ബി ജെ പി ജയിക്കുമെന്ന പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചത് നമ്മൾ കേട്ടതാണ്. അതേസമയം ഇന്ത്യ മുന്നണിക്കാണ് സാധ്യത എന്ന യോഗേന്ദ്ര യാദവ് പറഞ്ഞതും നിങ്ങൾ കേട്ടതാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നു. അതിനെല്ലാം പിന്നാലെയാണ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ, അതായത് അമേരിക്കയിൽ നിന്നുള്ള പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ ഇയാൻ ബ്രമ്മർ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത്. ആരാണ് രാജ്യം ഭരിക്കുക എന്ന് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിരീക്ഷണം അദ്ദേഹം പ്രവചിക്കുകയാണ്. എന്താണ് ആ പ്രവചനം എന്ന് നമുക്ക് കാണാം. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തണം എന്നും താല്പര്യപ്പെടുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ ചെറിയ ലൈക്കും വീഡിയോയ്ക്ക് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ബ്രമ്മർ എന്താണ് പറഞ്ഞത്? അദ്ദേഹം NDTVക്ക് നൽകിയ അഭിമുഖത്തിലാണ് ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പുകളാണ് 7 ഘട്ടങ്ങളിലായി ഇന്ത്യയിൽ നടക്കുന്നത് എന്ന അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, രാജ്യം സാമ്പത്തിക പുരോഗതിയുടെ പാതയിലാണ് നിലവിലുള്ളത്. നിലവിൽ ലോക സാമ്പത്തിക രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യ. ഏകദേശം 2028 3ാം സ്ഥാനത്തേക്ക് എത്തുമെന്നും ബ്രമ്മർ ചൂണ്ടിക്കാട്ടുകയാണ് ഈ അഭിമുഖത്തിൽ. ന്യൂയോർക്ക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ റിസ്ക് കൺസൾട്ടൻസി ആയ യുറേഷ്യ ഗ്രൂപ്പിൻ്റെ സ്ഥാപകൻ കൂടിയാണ് നമ്മുടെ ഈ ബ്രമ്മർ. എന്തായാലും ബ്രമ്മറുടെ പ്രവചനം എന്താണെന്ന് തുടക്കത്തിൽ തന്നെ പറയുകയാണ്. ബ്രമ്മർ പ്രവചിക്കുന്നത് BJP അധികാരത്തിലേക്ക് എത്തും, വളരെ എളുപ്പത്തിൽ അധികാരത്തിലേക്ക് എത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തവണ BJPക്ക് 305 സീറ്റ് വരെ കിട്ടുമെന്നും NDA പക്ഷേ 315 സീറ്റ് വരെ എന്നതാണ് അദ്ദേഹത്തിൻ്റെ കണക്ക്. അതായത് BJPക്ക് ഒറ്റയ്ക്ക് 305 സീറ്റ് കിട്ടുന്നു. NDA കഴിഞ്ഞ തവണത്തെ അത്രത്തോളം, ഏതാണ്ട് 330-350 സീറ്റിനടുത്തോളം എത്തിയ സ്ഥിതിയിലേക്ക് എത്തില്ല NDAക്ക്. പക്ഷേ 305 സീറ്റ് BJPക്ക് ഒറ്റയ്ക്ക് കിട്ടിയാൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കാനില്ല. അതായത് BJP എങ്ങനെയായിരുന്നു കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും എന്നതാണ് ബ്രമ്മർ പറയുന്നത്. അതായത് അദ്ദേഹം ഈ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് കൂടിയാണ്. അദ്ദേഹം ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതി കൃത്യമായി വിശകലനം ചെയ്യുന്ന ആളും കൂടിയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രവചിക്കുന്നത്. എന്തായാലും രാജ്യത്ത് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP അധികാരത്തിലേക്ക് എത്തുമോ എന്നുള്ള സംശയം പോലും നിൽക്കുമ്പോഴാണ് ഈ ബ്രമ്മറിൻ്റെ ഒരു പ്രവചനം വരുന്നത്. ഈ രാജ്യത്ത് BJPയെ സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസം തന്നെയാണ് ലഭിക്കുന്നത്. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഈ മോദിയെ തോൽപ്പിക്കാനാകില്ല എന്നൊന്നും പറയാൻ കഴിയില്ല, പക്ഷേ അവസരങ്ങൾ ഉപയോഗിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ ഉള്ളത്. അതായത് ഈ പ്രതിപക്ഷം പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ആവേശപൂർവ്വം ഉണ്ടാക്കിയ ഒരു ഇന്ത്യ മുന്നണിയൊക്കെ ഒരു കൊല്ലം മുമ്പ് ഉണ്ടാക്കി പ്രവർത്തിച്ചാൽ പോരാ. മോദിക്കെതിരെ ഉണ്ടാകുന്ന അവസരങ്ങൾ അതാത് സമയങ്ങളിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അധികാരത്തിൽ എത്തും എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം. എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രശാന്ത് കിഷോറും സമാനമായ പ്രചരണം തന്നെയാണ് നടത്തിയത്. മോദിക്കെതിരെ വികാരമോ രോഷമോ ഒന്നും ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ 300 സീറ്റ് വരെ BJPക്ക് കിട്ടുമെന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞിരുന്നത്. പ്രധാനമന്ത്രി അവകാശപ്പെട്ടതുപോലെ 370 സീറ്റൊക്കെ അങ്ങനെ കിട്ടണം എന്നില്ല. പക്ഷേ സീറ്റ് നില 270-ൽ താഴില്ല എന്നാണ് പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പുള്ളത്, പ്രശാന്ത് കിഷോറിൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുൻ ആം ആദ്മി നേതാവ് കൂടിയായ യോഗേന്ദ്ര യാദവിൻ്റെ പ്രതികരണം അന്ന് വന്നത്. അദ്ദേഹം ഇന്ത്യ മുന്നണിക്കായിരുന്നു സാധ്യത കൽപ്പിച്ചിരുന്നത്. 272 സീറ്റ് NDA കടക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതിനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പ്രവചിക്കുകയും ചെയ്തത്. എന്തായാലും ബ്രമ്മറിൻ്റെ പ്രവചനം എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത്
കാത്തിരുന്ന് തന്നെ കാണണം. ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പ്രവചന സാധ്യതകൾക്കപ്പുറത്തേക്ക് നേരിട്ടുള്ള ഫലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയുന്നത്, ഈ രാഷ്ട്രീയ നിരീക്ഷകർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ വെറുതെ പ്രവചിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അവർ പല സൂചനകളുടെ കൂടി അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കി കൂടിയാണ് അവരുടെ പ്രവചനങ്ങൾ പലപ്പോഴും വരാറുള്ളത്. പ്രത്യേകിച്ച് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് കൃത്യമായ ചരട് വലികൾ നടത്തുന്ന ആളാണ് പ്രശാന്ത് കിഷോർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവചനം എന്തായാലും എന്താണ് എന്നുള്ളത് പൊതുവേ നമ്മൾ കണ്ടുവരാറുള്ളതാണ്. എന്തായാലും പ്രശാന്ത് കിഷോറിനെ തള്ളി ഇന്ത്യ മുന്നണി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം BJPയുടെ ഏജൻ്റാണ് എന്നാണ് അവർ ആരോപിച്ചിരുന്നത്. തീർച്ചയായും 2014 തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പ്രശാന്ത് കിഷോർ BJPക്കൊപ്പമായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ NDAക്കെതിരെ മഹാസഖ്യം ഈ ബീഹാറിൽ രൂപീകരിച്ച സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. എനിക്ക് തോന്നുന്നു ആ തെരഞ്ഞെടുപ്പിലാണ് തോന്നുന്നു പ്രശാന്ത് കിഷോർ അത് NDA വിരുദ്ധ ക്യാമ്പിലായിരുന്നു. അദ്ദേഹം ഒരു ജോലി എന്ന നിലയിലാണ് ഈ പണി ചെയ്യുന്നത്. അദ്ദേഹത്തിനൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായി ചേർന്ന് നിൽക്കുക എന്നുള്ളതല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് മുന്നണിക്കൊപ്പം അദ്ദേഹം ചേർന്ന് നിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും ഇനി ഒരു ഘട്ടം കൂടി ബാക്കി നിൽക്കെ എന്താണ്, അതായത് ജൂൺ 1 കഴിഞ്ഞ് ജൂൺ 4 വിധി പറയാൻ പോവുകയാണ്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെയും വൈകാതെ ആ സമയത്തോടു കൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രാജ്ദീപ് സർദേശായിയും ഈ സമയത്ത് ഇതിനെക്കുറിച്ച് പല പ്രവചനങ്ങളും അദ്ദേഹത്തിൻ്റെതായ നിലയിൽ നടത്തിയിരുന്നു. അദ്ദേഹം NDA പലയിടത്തും വെല്ലുവിളി നേരിടുന്നു എന്ന പ്രവചനമാണ് നടത്തിയത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ഒപ്പം തന്നെ ബീഹാർ, രാജസ്ഥാൻ, ഈ പറഞ്ഞ പോലെ കർണാടക, ഈ സംസ്ഥാനങ്ങളിലൊക്കെ BJP കഴിഞ്ഞ തവണ തൂത്തുവാരി കൊണ്ടുപോയതാണ്. അവിടെ BJPക്ക് വലിയ നേട്ടമുണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹവും ഈ ഗ്രൗണ്ട് ലെവലിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് സാധാരണഗതിയിൽ ഈ പൊളിറ്റിക്കൽ നിരീക്ഷകരൊക്കെ പറയാറുള്ളത് ജനം ഒരു മാസം മുൻപെങ്കിലും തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തുടങ്ങുന്നതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന വികാരം അത് മോദി അനുകൂല വികാരമായിരുന്നു. ഒരുപക്ഷെ BJP 400 സീറ്റ് പോലും കടക്കും എന്ന ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ ഒരു വാദം കണക്കിലെടുത്താൽ ഒരു മാസം മുൻപേ തീരുമാനങ്ങൾ എടുക്കുമെങ്കിൽ ഒരുപക്ഷെ BJP വളരെ എളുപ്പത്തിൽ അധികാരത്തിലേക്ക് എത്തും എന്ന സൂചനകളിലേക്ക് തന്നെ അതിനെ തൽക്കാലം വിശ്വസിക്കുക എന്നത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പുറത്തേക്ക് അത്ഭുതകരമായ എന്തെങ്കിലും സാധിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി പലയിടത്തും ശക്തമല്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ മുന്നണി രൂപീകരിച്ച നിതീഷ് കുമാർ പോലും പിന്നീട് പുറത്തു പോകുന്നു. ഇന്ത്യ മുന്നണിയുടെ ഒരു നേതൃത്വം അത്രയും പവർ ഉള്ളതല്ല, അവിടെ ഒരു ഒരുമയില്ല എന്നതടക്കമുള്ള പല കാര്യങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ശക്തനായ ഭരണാധികാരി എന്ന നിലയിൽ ഈ പറഞ്ഞ പോലെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി നേതാക്കളാണ് ശക്തർ. രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ കെജ്രിവാളും മമതാ ബാനർജിയും ഒക്കെയാണ് ശക്തർ എന്ന് ജനം വിധി എഴുതുമോ എന്നുള്ളതാണ് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.